മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ വഴിക്ക് ചിലവായി പോകും എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ദുഷ്ടത നിറഞ്ഞാന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു പോസ്റ്റിന് പിന്നാലെ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്ന് ഏകദേശം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതൊക്കെ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു ദുരന്തമൊക്കെ ഉണ്ടായി, അപ്പോൾ ഒരുപാട് ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട്, അവരുടെ വീടുകൾ പുനർനിർമ്മിക്കേണ്ടതുണ്ട്, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപകരിക്കേണ്ട ഒരു ഫണ്ടാണത്. ആ ഫണ്ടിനെ തടയുകയാണ് ചെയ്യുന്നത്. സ്വകാര്യ വ്യക്തികൾ ചെയ്യുമ്പോൾ ഇത് കളക്ട് ചെയ്തിട്ട് കൃത്യമായ മാർഗ്ഗത്തിലാണോ പോകുന്നത് എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയാൻ പറ്റുക? ഒരു വലിയ സ്കെയിലിൽ ചെയ്യുന്ന ആളുകളൊക്കെ അവർക്ക് വീട് വെക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്ക് സഹായിക്കുന്നത് നമ്മൾ കണ്ടും കേട്ടും അറിയുന്നുണ്ടാവും. പക്ഷേ ഗവൺമെൻറ് ത്രൂ പോകേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ കൃത്യമായി ഫണ്ടില്ലാതെ വരുമ്പോൾ, ഫണ്ട് വിനിയോഗിക്കാനുള്ള ഫണ്ടില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ ഒരുപാട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ, ഒരുപാട് പ്രമുഖ വ്യക്തികൾ, സംസ്ഥാനങ്ങൾ ഒക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ഈ സംഭാവന നൽകുന്നത്. അതിൻ്റെ കാരണം അത് കൃത്യമായി വിനിയോഗിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊണ്ടുപോയി ഓരോ ആളുകൾക്കും ഇത്ര രൂപ വെച്ച് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെയല്ലല്ലോ അവരത് ചെയ്യുന്നത്. ഏറ്റവും വിശ്വാസയോഗ്യമായ ഒരുപാട് ഓഡിറ്റിംഗ് നടത്തുന്ന ഒരു ഫണ്ടാണത്. അപ്പോൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഞാനും അത് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ കയ്യിലൊരു 1000 രൂപയുണ്ടാവും. ഈ 1000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പേരെ സഹായിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും ചെറിയ സ്കെയിലാണ് പറയുന്നത്, 1000 രൂപ കൊണ്ട് ഒരുപാട് പേരെ സഹായിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാൾക്ക് എത്ര രൂപ വെച്ച് കൊടുക്കും? അതേസമയം നമ്മൾ ഇതേ 1000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, ആ ഫണ്ടിലേക്ക് പോകുമ്പോൾ ആ ഫണ്ട് വലുതാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ സ്കെയിലിലേക്ക് മാറുകയാണ്. പല തുള്ളി പെരുവെള്ളമാണ്. പക്ഷേ പല തുള്ളി പലയിടത്തായിട്ട് വീണ് കഴിഞ്ഞാൽ അതൊരിക്കലും പെരുവെള്ളമായിട്ട് മാറില്ല. പ്രകൃതിക്ഷോഭം, അപകടങ്ങൾ തുടങ്ങിയ ദുരന്തങ്ങളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾ, ഗുരുതര രോഗങ്ങൾ പിടിപെട്ടവർ തുടങ്ങിയവർക്കുള്ള അടിയന്തര സഹായത്തിനുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. 2 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് ചികിത്സാ സഹായം നൽകുക. നടത്തിപ്പ് സുതാര്യമാണ്. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അടക്കം ഗുണഭോക്താവിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് വില്ലേജ് ഓഫീസർമാരുടെ റിപ്പോർട്ടിന്മേൽ കളക്ട്രേറ്റിൽ നിന്നാണ് CMDRFിലേക്ക് അപേക്ഷ കൈമാറുക. പൂർണ്ണമായും വെബ് വഴിയാണ് കൈകാര്യം. ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് തുകയെത്തും. നിധി സംബന്ധിച്ച ഏത് വിവരവും ആർക്കും വിവരാവകാശ പ്രകാരം ലഭ്യമാണ്. ഫണ്ടുകൾ CAG ഓഡിറ്റിങ്ങിന് വിധേയമാണ്. ബജറ്റിങ്ങും ചെലവും സംസ്ഥാന നിയമസഭ സൂക്ഷ്മ പരിശോധന നടത്തും. ഓൺലൈൻ വഴിയാണ് സംഭാവന സ്വീകരിക്കുക. കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ സെക്രട്ടറിയാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി, ധനകാര്യ വകുപ്പ് ആണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. നിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പാണ്. റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവനുസരിച്ച് ധനകാര്യ സെക്രട്ടറിക്ക് ഫണ്ട് പിൻവലിക്കാം. ജില്ലാ കളക്ടർ, റവന്യൂ സ്പെഷ്യൽ സെക്രട്ടറി, റവന്യൂ മന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്ക് സർക്കാർ ഉത്തരവുകളിലൂടെ തുക അനുവദിക്കാം. അതിലുപരിയായി വേണമെങ്കിൽ മന്ത്രിസഭ പാസ്സാക്കണം. പലരും വിചാരിച്ചിരിക്കുന്നത് CMDRFിലേക്ക് നമ്മൾ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രി എടുത്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ മോഷ്ടിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ്. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കുറേ കാലങ്ങളായിട്ട് ഉള്ളതാണ്. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുള്ള കേരളത്തിൽ വിജയിച്ചിട്ടുള്ള പാർട്ടികളുണ്ടല്ലോ, അവരടക്കമാണ് ഈ ഫണ്ടിലേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അടിച്ചു മാറ്റും എന്ന് പറയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ആളുകളൊക്കെ ഈ ഫണ്ട് അടിച്ചു മാറ്റിയിരുന്നു എന്നാണോ പറയുന്നത്? ഇത്രയധികം കടമ്പകൾ കടന്നിട്ടാണ് അതിൽ നിന്നൊരു രൂപ ഒരാളിലേക്ക് എത്തുന്നത്. ഇത്രയധികം വെരിഫിക്കേഷൻസ് ഉണ്ട്. കണക്കുകളും തെളിവുകളും ഇല്ലാതെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ട സഹായത്തിനെയാണ് ഇവരൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത്. രാഹുലും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് വയനാട്ടിൽ എന്നുള്ള, ഞാൻ കുറച്ച് മുമ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അവർ എത്തി എന്നുള്ള വാർത്തകളും കാര്യങ്ങളും. ആ വാർത്ത ഷെയർ ചെയ്ത ഒരാളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: എല്ലാവരെയും അവിടുന്ന് രക്ഷിച്ചു കഴിഞ്ഞിട്ട് പോരെ ഫണ്ട് പിരിക്കൽ എന്ന്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് വേണം എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ചിട്ടുള്ള അവരുടെ റിയാക്ഷനാണത്. അതായത് ഇപ്പോൾ കുറേ ആളുകൾ ആ മണ്ണിൻ്റെ അടിയിലുണ്ടല്ലോ, അവരെയൊക്കെ വാരി എടുത്തിട്ട് പോരെയെന്ന്. അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇമോഷണലി നമുക്കും ചിലപ്പോൾ തോന്നും, മറ്റേ മരിച്ചു കിടക്കുന്ന അച്ഛൻ്റെ സംസ്കാരം കഴിഞ്ഞിട്ട് പോരെ സ്വത്ത് വീതം വെക്കൽ എന്ന് പറയുന്നൊരു ടോണുണ്ട് അതിന്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഇന്നാണ്, ഇപ്പോഴാണ് നമ്മുടെ സഹായം അവർക്ക് ആവശ്യമുള്ളത്. സാധന സാമഗ്രികൾ അങ്ങനെ ഒരുപാട് അവിടെ കൊണ്ടുചെന്ന് എത്തിക്കേണ്ടതില്ല എന്ന് വയനാട് കളക്ടർ തന്നെ അറിയിച്ചിട്ടുണ്ട്. അവിടെ വേണ്ടത് ഇനി ഇതെല്ലാം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി, ഇവരുടെയൊക്കെ ജീവിതങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസഹായങ്ങളാണ്.